ആരും സ്നേഹിക്കാനില്ലേ ജീവിതത്തിലെന്ന് പൊള്ളിപ്പിടയുന്ന നേരം പഴയ പുസ്തക കൂമ്പാരത്തിൽ തിരയണം. 4ാം ക്ലാസ്സിലെ നോട്ട്ബുക്കിൽ നമ്മുടേതല്ലാത്ത അക്ഷരങ്ങളിൽ നമ്മുടെ പേരെഴുതി വെച്ചത് ആരാണെന്നോർത്ത് അത്ഭുതപ്പെടണം. പിന്നെയും തിരഞ്ഞ് 7ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോയിൽ എത്ര മാഞ്ഞിട്ടും മായാതെ ഒട്ടും ബലിഷ്ടമല്ലാത്ത ഒരു കൈ പഴയ പോലെ തോളിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഇരുട്ട് നോക്കിയിരിക്കണം. തുറന്നെഴുത്തിലൂടെ ജീവിതത്തിൻ്റെ മധുരവും കയ്പും വേദനകളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നിറച്ചെഴുതിയ ഒരു പുസ്തകത്തിലെ വരികളാണിത്. ഡോക്ടർ നൗഫൽ എന്നിൻ്റെ ഇനി പറയുമോ ജീവിതത്തിൽ ഒരല്പവും ജീവിതം ബാക്കിയില്ലെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കൂടി ഓർമ്മകൾ നിറഞ്ഞതാണ് ഈ പുസ്തകം. പേരിനെ അന്വർത്ഥമാക്കും പോലെ ഒരു വട്ടമെങ്കിലും ഈ പുസ്തകത്തിലൂടെ കടന്നുപോയ ആരും പറയില്ല ജീവിതത്തിൽ ഒരല്പം പോലും ഇനി ജീവിതം ബാക്കിയില്ലെന്ന്, ജീവിതത്തോട് സ്നേഹമില്ലെന്ന്. ഈ പുസ്തകം നിറയെ സ്നേഹമുണ്ട്. ജീവിതത്തോട് തോന്നിപ്പോകുന്ന, തുളുമ്പിപ്പോകുന്ന അത്രയും സ്നേഹം. പുറഞ്ചട്ടയിലെ മധുരമിഠായികളെ ഉറുമ്പുകൾ പൊതിയും പോലെ നിറയെ സ്നേഹം പൊതിഞ്ഞാണ് എഴുത്തുകാരൻ ഇതിലെ ഓരോ വരിയും എഴുതിയിരിക്കുന്നത്. ഒരാൾ ഏതോ ഒരിടത്തിരുന്ന് മറ്റൊരാളെ വെറുതെ ഓർക്കുന്നത് കൂടിയാണ് സ്നേഹം. എവിടെയോ ഇരിക്കുന്ന മനുഷ്യർ നമ്മളെ ഓർക്കുന്നു. ഇതിനേക്കാൾ വലിയ സുഹൃതം എന്ത്? നമ്മൾ അയാൾക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, അയാളൊന്നുമൊന്നും ആഗ്രഹിച്ചിട്ടുമുണ്ടാവില്ല, എന്നിട്ടും നമ്മൾ ഓർക്കപ്പെടുന്നു. ഈ ജീവിതത്തിൽ നമ്മൾ ആർക്കൊക്കെയോ വിലപ്പെട്ടതായിരുന്നുവെന്നും നമുക്കും മനുഷ്യരുണ്ടെന്നും ഓർമ്മപ്പെടുത്തുന്ന വരികൾ. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു മിഠായി മധുരം ഈ പുസ്തകത്തിലുടനീളം ഒളിഞ്ഞുകിടപ്പുണ്ട്. ചിലരെ നാം എത്ര സ്നേഹിക്കുന്നു, സ്നേഹിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടാൻ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന നിമിഷം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കണം. ഈ വരി വായിച്ചപ്പോൾ ജീവിതത്തിൽ കടന്നുപോയ കൂടെയുണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ ഞാൻ ഓർത്തുപോയി. വായനയ്ക്കിടയിൽ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒന്നുലഞ്ഞു പോകുമെങ്കിലും ഒടുക്കം ജീവിതത്തിൻ്റെ സ്നേഹതീരത്തേക്ക് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു വായനാനുഭവമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലൂടെയും കടന്നു പോകുമ്പോൾ എന്നോ നമ്മളൊക്കെ പറയാൻ കാത്തുവെച്ച, എവിടേക്കോ കണ്ടും കേട്ടും മറന്ന ഓരോന്നും ഓർമ്മ വരും. ഒരിക്കൽ നടന്നകന്ന വഴിവീതികളിലൂടെ ഭൂതകാലത്തിൻ്റെ പിഞ്ചിപ്പഴകിയ ഓർമ്മകളുമായി എഴുത്തുകാരൻ്റെ കൈപിടിച്ച് നടന്നു നീങ്ങുന്ന പോലെയുള്ള ഒരനുഭവം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ, മറവിയുടെ കൊടുങ്കാറ്റിൽ മാറുന്ന മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ അറ്റുപോകുന്നുവെന്ന് തോന്നുമ്പോൾ, ജീവിതത്തിൽ നിരാശകളുടെ ചിലന്തിവലകൾ നെയ്തു തുടങ്ങുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയിൽപ്പെട്ട് വെളിച്ചത്തിനായി തേടുമ്പോൾ, കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു വട്ടം ഈ പുസ്തകത്തെ തൊടുക. അത് പുതിയ തിരിച്ചറിവുകളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, സ്നേഹമഴയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഈ പുസ്തകത്തിൽ പണ്ടെന്നോ മറന്നു തുടങ്ങിയ ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മളുണ്ട്. എന്താണ് ഈ ജീവിതം? എന്തൊക്കെയാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം എന്നൊക്കെ പലതവണ കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിച്ചിട്ടുള്ള ഓരോ മനുഷ്യരുമുണ്ട്. ബാല്യത്തിൻ്റെ, കൗമാരത്തിൻ്റെ, യൗവനത്തിൻ്റെ നനുത്ത ഓർമ്മകളുണ്ട്. സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, മാധുര്യമുണ്ട്. സ്വാർത്ഥതയില്ലാത്ത ആത്മബന്ധങ്ങളുടെ നേർക്കാഴ്ചയുണ്ട്. സ്നേഹിക്കുന്ന ഒരുപിടി മനുഷ്യർ, നിറവുള്ള ചില ഓർമ്മകൾ, ചേർത്ത് പിടിക്കുന്ന ഇടവഴിയിലെ കാറ്റ്, കാതിലുള്ള ഒരു ചുംബനം, നിനക്ക് സുഖമോ എന്ന ഒറ്റവരി മൊബൈൽ സന്ദേശം, ചിരിക്കുന്ന അപരിചിതൻ്റെ കണ്ണുകൾ, ഒന്നിച്ചുണ്ടായിരുന്ന ഭൂതകാലത്തിലെ പിഞ്ചിപ്പഴകിയ ഓർമ്മകൾ കണ്ട നീട്ടാൻ ഒരു ചങ്ങാതി, ഒറ്റയ്ക്കാകുമ്പോൾ കൊറുത്തു പിടിക്കാൻ ഒരു വിരൽത്തുമ്പ്, പഴക്കം ചെന്നിട്ടും മധുരം വറ്റാതെ കേൾക്കാൻ ഒരു പാട്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം ജീവിതത്തെ നിറയ്ക്കാനും നനയ്ക്കാനും? ജീവിതം തീർന്നു പോകുന്നില്ല, ഒരിക്കലും തീർന്നു പോവുകയുമില്ല എന്നതിൻ്റെ ഹൃദയസാക്ഷ്യം പോലെ ഒരു പുസ്തകം. ഇനി പറയൂ ജീവിതത്തിൽ ഒരല്പവും ജീവിതം ബാക്കിയില്ലെന്ന്.